ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റിയിലെ രണ്ടാമത്തെ ആക്ടിവിറ്റി ജേണൽ. ജേണൽ എല്ലാവർക്കും സുപരിചിതമാണല്ലോ. അപ്പോൾ ജേണൽ നമുക്ക് ഇൻട്രൊഡക്ടറി ആക്ടിവിറ്റിയിൽ ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയലായിട്ട് പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾക്ക് കൺക്ലൂഷൻ ആക്ടിവിറ്റി ആയിട്ടും അതേപോലെ തന്നെ ഫോളോ അപ്പ് ആക്ടിവിറ്റി ആയിട്ടൊക്കെ കൊടുക്കാം. ഈ അവസാനം ഒരു സ്റ്റുഡൻറ്റ് ആർട്ടിഫാക്റ്റ് കളക്ഷനൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിലൊരു ആർട്ടിഫാക്റ്റ് ജേണൽ തന്നെ ആയിക്കോട്ടെ, നല്ല രസമായിരിക്കില്ലേ? ജേണൽ ഒരുപാട് തരത്തിലുണ്ട് കേട്ടോ. അതിൽ രണ്ടെണ്ണം ഞാനൊന്ന് പറയാം. ഓക്കെ, ഫസ്റ്റ് വൺ ലേണിംഗ് ജേണൽ. എന്താണോ ക്ലാസ്സിൽ പഠിപ്പിച്ചത് ആ പഠിപ്പിച്ചത് റെക്കോർഡ് ചെയ്ത് വെക്കുക. നോട്ട് എഴുതുന്നില്ലേ, അത് കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലായിക്കോട്ടെ, അത് തന്നെയാണ് ലേണിംഗ് ജേണൽ. അപ്പോൾ അതിൻ്റെ ഒരു ടെംപ്ലേറ്റ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് വിത്ത് ആൻ എക്സാമ്പിൾ. ഓക്കെ, ആദ്യം അതിൽ ടോപ്പിക് ലേൺ, ഏത് ടോപ്പിക്കാണ് പഠിപ്പിച്ചതെന്നും ഏത് ഡേറ്റ്, ഓപ്ഷണലാണ്, എഴുതിയത് നല്ലതല്ലേ ഡേറ്റ്. ദെൻ വാട്ട് ഐ ലേൺ ടുഡേ, ഇന്ന് പഠിപ്പിച്ചതിൻ്റെ ഒരു എന്താ പറയുക, വളരെ ബ്രീഫായിട്ട് അതിനെക്കുറിച്ച് എഴുതുന്നത്. ദെൻ സംതിങ് ഇൻട്രസ്റ്റിംഗ്, ആ പഠിപ്പിച്ചതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് എന്താണ്. ദെൻ എ ക്വസ്റ്റ്യൻ സ്റ്റിൽ ഐ ഹാവ്. ഇത്രയൊക്കെ പഠിച്ചിട്ടും ആ ടോപ്പിക്കിനെ കുറിച്ച് പഠിച്ചിട്ടും ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എനിക്കിപ്പോഴും എൻ്റെ മനസ്സിലുണ്ടോ, സംശയങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, അതാണ് അവിടെ എഴുതേണ്ടത്. ദെൻ മൈ ഡ്രോയിങ്, അത് ഓപ്ഷണലാണ് കേട്ടോ. ഡ്രോയിങ് ഉള്ളതിൽ ഡ്രോയിങ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ മൈൻഡ് മാപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അവിടെ ചെയ്യാം. ഓക്കെ, രണ്ടാമത്തത് സയൻസ് ജേണൽ. സയൻസ് ജേണൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ പ്ലസ് ടുവിലൊക്കെ കെമിസ്ട്രിയിലും ഫിസിക്സിലൊക്കെ എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു ഫോർമാറ്റിലായിരുന്നു. അത് തന്നെയാണ് സംഭവം. അത് തന്നെയാണ് സയൻസ് ജേണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ക്ലാസ്സിൽ എന്തെങ്കിലും എക്സ്പെരിമെൻറ്റോ കാര്യങ്ങളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ടെംപ്ലേറ്റ് രൂപത്തിൽ കുട്ടികൾ സൂക്ഷിക്കാം. ഇനി അതിലൊരു എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സീഡ് ജെർമിനേഷനാണ് കേട്ടോ. വായിച്ചു നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും ഓരോന്നും എന്താണ് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത്. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള കാര്യമാണ്, പക്ഷേ കുട്ടികൾക്ക് ഇത് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നിങ്ങൾ ഇങ്ങനെ ഒരു ബ്ലാങ്ക് ടെംപ്ലേറ്റ് പേജോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ബോർഡിൽ എഴുതി കൊടുത്തിട്ട് നോട്ടിലേക്ക് എഴുതാനോ സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ കൊണ്ട് കുട്ടികളുടെ മുന്നിൽ വെച്ച് എക്സ്പെരിമെൻറ്റ് കാണിച്ച് അവർ തന്നെ എന്തൊക്കെ മെറ്റീരിയൽ യൂസ് ചെയ്തു, അവർ തന്നെ അതിൻ്റെ ഒബ്സർവേഷൻ എന്താണ്, റിസൾട്ട് എന്താണെന്നൊക്കെ എഴുതിയെടുക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ആ എക്സ്പെരിമെൻറ്റ് പിന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചാലും അവർ മറക്കില്ല. സോ ഇതാണ് ഇന്നത്തെ 2 ജേണൽ. ബാക്കി ജേണലുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടാലോ? ഓക്കെ, അപ്പോൾ ഞാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഒരുപാട് പോരായ്മകളുണ്ടെന്നറിയാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാൻ ശ്രമിക്കുക. ആൻഡ് സപ്പോർട്ടും തരാം. ഓക്കെ, ബൈ.